സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ വീണ്ടും പറയുകയാണ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് ആയി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടും തുടർന്നും തരണം. നമ്മൾ ഷോപ്പിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് സൗണ്ടും മറ്റു പ്രശ്നങ്ങളും ഉണ്ടാവും. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പൂർണ്ണമായും കണ്ടാലേ ഞാൻ ഈ പരിചയപ്പെടുന്ന പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ആർക്കെങ്കിലും ഒക്കെ പ്രയോജനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്താണ് സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായും മുഴുവനായും കാണുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാവും ഞാൻ ഈ പറയുന്നതിലൊക്കെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് കമൻറ്റായി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും കേട്ടോ. ഞാനിവിടെ നിങ്ങൾക്ക് കാണാം, ഞാനിവിടെ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതുണ്ടോ, ട്രൂകോട്ട് എന്ന കമ്പനിയുടെ സ്റ്റെയിൻസീൽ എന്ന പ്രൊഡക്റ്റാണ്. ഇതുണ്ടോ, സ്റ്റെയിൻസീൽ എന്ന പ്രൊഡക്റ്റാണ്. കമ്പനി വരുന്നത് ട്രൂകോട്ടാണ് കേട്ടോ. ഇതിൻ്റെ MRP വരുന്നത് 566 രൂപയാണ്. ഇനി ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സ്റ്റെയിൻസീൽ എന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് 1 ലിറ്ററാണ് കേട്ടോ. അപ്പം ഈ സ്റ്റെയിൻസീൽ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ചുമരുകൾക്ക് എന്ന് പറഞ്ഞാൽ, ചുമരുകൾക്കല്ല അടുക്കളയുടെ ചുമരുകൾക്ക് ഏറ്റവും പ്രധാനമായും അറിയേണ്ട അതാണ്. അടുക്കളയുടെ ചുമരുകൾക്ക് നമ്മൾ എല്ലാ വീടുകളിലും അടുപ്പ് കത്തിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പുക കയറി പല വീടുകൾക്കും അടുക്കളയിൽ ഒരു ഹാഷ് കളർ പോലത്തെ കളറാണ് മിക്ക വീടുകൾക്കും പുകക്കറ എന്ന് പറഞ്ഞിട്ട് അടുക്കള ചുമരുകൾക്ക് ഉണ്ടാവുക. അത് എന്ത് പെയിന്റ് അടിച്ചാലും, പ്രൈമർ അടിച്ചാലും, എത്ര വില കൂടിയത് അടിച്ചാലും, ലക്ഷറി അടിച്ചാലും, ഏത് പെയിന്റ് അടിച്ചാലും ആ പുകക്കറ ഒരു അടിക്കുമ്പോൾ ചിലപ്പോൾ അത് കവറായി പോയാലും പിന്നെയും അതെന്താവും, ഒരു കോട്ടിങ് കഴിയുമ്പോൾ അത് പുറത്തേക്ക് ആ പുകക്കറ ഇങ്ങനെ തള്ളാൻ സാധ്യതയുണ്ടെന്നല്ല, തള്ളും. അതാണ് അതിൻ്റെ ആ പുകക്കറ. ഒരു കാരണം വെച്ചാലും പെയിന്റുകളിലോ എമൽഷനുകളിലോ ഒന്നും തന്നെ കവറായി പോവില്ല എന്നാണ് കമ്പനി പറയുന്നത്. അതിനുവേണ്ടി ഈ പുകക്കറയും അതുപോലെയുള്ള കറകൾ, അടുക്കളയിലെ പുകക്കറയ്ക്ക് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. പുകക്കറ കവറായി പോകുന്നതിന് വേണ്ടി ട്രൂകോട്ട് എന്ന കമ്പനിയുടെ സ്റ്റെയിൻസീൽ എന്ന പ്രൊഡക്റ്റാണ് ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇത് 1 ലിറ്ററാണ്. ഇതൊരു 2 കോട്ട് എങ്കിലും അപ്ലൈ ചെയ്ത് നമ്മൾ ഭിത്തിയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു പൂർണ്ണമായും കവറിങ് ആയി പോവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് മറ്റു പെയിന്റുകൾ അടുക്കളയിൽ അടിച്ചു കഴിയുമ്പോഴാണ് ആ പുകക്കറ എന്താവുക, പൂർണ്ണമായും മാറുക. ഇത് കമ്പനി പറയുന്നത് കഴുകണം, അതായത് ഭിത്തി കഴുകണം. ഭിത്തി പൈപ്പോ അല്ലെങ്കിൽ കമ്പസറോ എന്തെങ്കിലും ഉപയോഗിച്ച് ഭിത്തി കഴുകിയതിന് ശേഷം നമ്മൾ എന്താക്കണം, ഒരു ഇവിടെ സ്റ്റീൽ പാഡ് ഉണ്ട്. സ്റ്റീൽ പാഡ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് സ്റ്റീൽ പാഡ്. ഈ സ്റ്റീൽ പാഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഭിത്തി നല്ല റബ്ബ് ചെയ്ത് കഴുകിയതിന് ശേഷം അത് ഉണങ്ങണം. ഇന്നിപ്പോൾ കഴുകിയെന്ന് വെച്ചാൽ, നിങ്ങൾ കിച്ചൺ നല്ലോണം കഴുകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ എന്താക്കിയാൽ മതി, ഇത് അടിച്ചാൽ മതി. ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞ് ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ അടുത്ത കോട്ടും കൂടെ കൊടുക്കുക. അപ്പം അടുത്ത കോട്ടും കൂടെ കൊടുക്കുമ്പോൾ എന്താവും, അടിപൊളിയായിട്ട് ഫുൾ പുകക്കറയും മാറി നമ്മുടെ കിച്ചൺ നല്ല ഒന്നാന്തരം, നമ്മുടെ ഹാൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെ എന്താവും, പുകക്കറ എല്ലാം മാറിയിട്ട് നല്ല വൈറ്റ്നെസ് ഉണ്ടാവും. കാരണം വെച്ചാൽ വൈറ്റ്നെസ് കുറയുകയോ പുകക്കറ മറഞ്ഞു പോകാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. മറ്റു പല കമ്പനികളുടെയും പ്രൊഡക്റ്റുകൾ ഉണ്ട് കേട്ടോ. എങ്കിലും നമ്മളിവിടെ കൂടുതലായും സെയിൽ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ട്രൂകോട്ടിൻ്റെ സ്റ്റെയിൻസീൽ എന്ന പ്രൊഡക്റ്റ്. കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.